السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم فقليلا صدق الله العظيم. وقفينا من بعده بالرسل. അതാണ് ഒരുപാട് ദിവസങ്ങൾ നമ്മൾ പറഞ്ഞത്. അതിനുശേഷം വാതൈന ഈസ ഇബ്ന മറിയം അൽ ബയ്യിനാത്ത്. റുസുൽ എന്നതിൽ ഈസാ നബി അലൈഹിസ്സലാം പെടും. പിന്നെ സെപ്പറേറ്റ് പറഞ്ഞത് അവരെ പ്രത്യേകിച്ച് ഓർക്കാനും പഠിക്കാനുമാണ്. വാതൈന നമ്മൾ നൽകി ഈസ ഇബ്ന മറിയം, മറിയം അലൈഹിസ്സലാമിന്റെ മകനായ ഈസാക്ക് നൽകി. അൽ ബയ്യിനാത്ത്, ധാരാളം തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ നൽകി. ഇവിടെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജന്മം പോലും ലോക ജനതയ്ക്ക് അള്ളാഹുവിന്റെ കുദ്റത്തിലേക്ക് കണ്ണു തുറക്കാനുള്ള ദൃഷ്ടാന്തമാണ്. അവിടുന്ന് തന്നെ തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല 4 രീതിയിലാണ് മനുഷ്യനെ ഈ ദുനിയാവിൽ കൊണ്ടുവന്നത്. ഒന്ന്, സാർവത്രികമായി എല്ലാവരെയും ഏൽപ്പിച്ച രീതിയാണ് ഭാര്യഭർത്തൃ ബന്ധത്തിലൂടെ കൊണ്ടുവരുന്നത്. അത് അള്ളാഹു കൊണ്ടുവരുന്നത് തന്നെയാണ്. പക്ഷെ അത് മതഭേദമന്യേ എല്ലാ ആളുകളും മനുഷ്യ വിഭാഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹു തന്നെയാണ്. പിന്നെ വാപ്പയും ഉമ്മയില്ലാതെ, ഭാര്യയും ഭർത്താവും ഇല്ലാതെ ഒരാളുണ്ടാക്കി, അത് ആദം അലൈഹി ഇസ്ലാമാണ്. പിന്നെ വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ ഒരാളുണ്ടാക്കി, അത് ഹവ്വാ ഉമ്മയാണ്. പിന്നെ വാപ്പയില്ലാതെ ഒരാളുണ്ടാക്കി, അതാണ് ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയം, ഈസാ അലൈഹി ഇസ്ലാം, അവരെ കുറിച്ച് ലോകവീക്ഷണം 3 രീതിയിലാണ്. 2 അബദ്ധമാണ്, 1 സത്യം. 3 വീക്ഷണത്തിൽ ഒന്ന്, ഈസാ അലൈഹി ഇസ്ലാം മോശപ്പെട്ട ആളാണ്, ഒരു വേള ജാരസന്താനമാണ് എന്നാണ് യഹൂദികൾ പറയുന്നത്. അള്ളാഹു അവരുടെ ഈ വിഷോൽപ്പന്നത്തിൽ നിന്ന് ലോക ജനതയെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അതൊരു വിഷത്തിൽ പുരട്ടിയ ഉൽപ്പന്നമാണ്. സത്യം എന്നതിൻ്റെ ഒരു തരി പോലും അതിലില്ല. അപ്പൊ അവര് ഈസാ അലൈഹി ഇസ്ലാമിനെ താഴ്ത്തിയിട്ടാണ് പറയുന്നത്. മറ്റൊരു വിഭാഗം, ലോകത്ത് ഭൂരിപക്ഷം ഉണ്ട് എന്ന് ആഘോഷിക്കപ്പെടുന്ന ഒരു വിഭാഗം, അവര് പറയുന്നത് പരിധിക്കപ്പുറത്ത് വെച്ചുകൊണ്ടാണ്. ഈസ ഇബ്നുല്ല എന്ന് പറയും, അത് പരിധിക്കപ്പുറത്താണ്. ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മോനാണ് എന്ന് പറയും. നമ്മൾ അതിന്റെ ഇടയിലാണ്. ഈസ അബ്ദുല്ലാ വ റസൂൽ എന്നതാണ്. അത് കറക്റ്റാണ്. ഏത് സാമാന്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്ന അഖീദയാണ് മുസ്ലിമീങ്ങൾക്ക് ആ വിഷയത്തിലുള്ളത്. ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പുത്രനല്ല, അവതാരമല്ല, ഒന്നുമല്ല. മനുഷ്യരുടെ പാപങ്ങൾ പേറാൻ വേണ്ടി വന്ന ആളുമല്ല, അതിനുവേണ്ടി കുരിശിലേറിയ ആളുമല്ല. അവർ കുരിശിലേറിയിട്ടുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അവർ അള്ളാഹുവിന്റെ ദാസനാണ്, റസൂലാണ്. ആ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജന്മം തന്നെ അത്ഭുതമാണ്. പാപ്പയില്ലാതെ വരുമ്പോ ഉമ്മ വരെ പേടിച്ചു. മറിയം ബീവി ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് സങ്കടം തികട്ടിയിട്ട് പറഞ്ഞുപോയി, മിത്തു ഖബ്ല ഹാദാ കുന്തു മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതൊരു പെണ്ണൊരുത്തി, അതന്നെ ചരിത്ര വിശുദ്ധിയുള്ള സ്വാലിഹത്തായ മറിയം ബീവിയെ ഖുർആൻ ഉപയോഗിച്ചതിന് സിദ്ദീഖ എന്നാണ്. സിദ്ദീഖ ലോക ജനതയ്ക്ക് മാതൃകയാക്കിയിട്ട് സൂറത്തു തഹരീമിലും മറിയം ബീവിയെ അള്ളാഹു തആല കൊണ്ടുവരുന്നുണ്ട്. അവരങ്ങനെ പറയണമെങ്കിൽ വിഷയം എവിടെ എത്തിയിട്ടുണ്ടാവും?
കാരണം ഭർത്താവില്ലാതെ ഒരു ഗർഭിണി നാട്ടുകാരടിക്ക് ഇറങ്ങി അങ്ങനെ ഉണ്ടാവും. ആ ഒരു ദുഃഖത്തിന്റെ പാരമ്യത്തിലെത്തിയ മറിയം ബീവി പറഞ്ഞു പോയി, മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ സമയത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെ ജന്മം നൽകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് താഴ്ഭാഗത്തേക്ക് നടക്കാനും വെള്ളം കോരി വരാനും ഈത്തപ്പഴം മരം പിടിച്ച് കുലുക്കാനുമാണ്. ഇന്ന് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഗർഭിണി എനിക്ക് ഇളകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അടങ്ങിയിരിക്കാൻ പാടില്ല, ഇളകണം. കാരണം ഇതേ മറിയം ബീവിക്ക് ചെറുപ്രായത്തിൽ പള്ളിയിൽ അമാനുഷിക സ്വഭാവത്തിൽ ഫ്രഷായ ഫ്രൂട്ട്സ് എത്തിച്ചു കൊടുത്ത ആളാണ് അള്ളാഹു. കുല്ലമാ ദഖല സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. സക്കരിയ നബി എപ്പം മിഹ്റാബിന്റെ അടുത്ത് പോയാലും അറബി എന്ന ചെറിയ കുട്ടി ഇങ്ങനെ നല്ല ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടാവും. അപ്പൊ ചോദിച്ചു, അന്നാലേക്ക് ഹാദാ മറിയമേ, ഇത് എവിടുന്ന് എനിക്ക് കിട്ടിയെന്ന് ചോദിക്കും. കാലത്ത് അവർ പറയും ഓമിനിന്തില്ല അള്ളാഹ് എന്നാണത്. അതെ, അള്ളാഹു എന്തുകൊണ്ട് ഗർഭിണിയായി പ്രസവത്തിന്റെ നൊമ്പരം പേറുന്ന സമയത്ത് ആ ഫ്രൂട്ട്സ് എത്തിച്ചു കൊടുത്തില്ല? ചിന്തിക്കേണ്ട കാര്യമല്ലേ, എന്തുകൊണ്ട് എത്തിച്ചു കൊടുത്തില്ല? അത് അന്ന് കുറെ ഫ്രൂട്ട്സ് അള്ളാഹിനെ അടുത്ത് ഒഴിവായിട്ടുണ്ടായിരുന്ന പിന്നെ വിറ്റുപോയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അന്ന് അവിടെ കുറെ കാലി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, എവിടുന്നൊക്കെ വന്നത്. അതിപ്പോ അത് കൊടുത്തോടുകൂടി കഴിഞ്ഞു. പിന്നെ അള്ള കുറെ തപ്പിയിട്ട് ഫ്രൂട്ട്സ് കണ്ടില്ല എന്ന് പറയാൻ പറ്റും? അള്ളാഹ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ട് ഇവരുടെ ഫ്രൂട്ട്സ് എത്തിച്ചു കൊടുത്തില്ല? ഇവിടല്ലേ എത്തിക്കേണ്ടത്, ഇവിടല്ലേ ഗർഭിണിയായത്, ഇവിടല്ലേ വേദന എടുത്തത്, ഇവിടല്ലേ ഒറ്റപ്പെട്ടത്, ഇവിടല്ലേ സങ്കടത്തോടെ കഴിയുന്നത്, അപ്പോഴല്ലേ ഫ്രൂട്ട്സ് എത്തിച്ചു കൊടുക്കേണ്ടത്. അള്ളാഹ് പറഞ്ഞ അങ്ങനെയല്ല, താഴത്ത് കണ്ടിറങ്ങിക്കോ. അല്ലാ തഹസനി ഖദ് ജഅല റബ്ബുകി തഹതകി സരിയ. വിഷമിക്കണ്ട, ഡിപ്രഷൻ കയറണ്ട. താഴത്ത് നദി ഉണ്ട്, അവിടെ പോയിട്ട് വെള്ളം കോരിയെടുത്ത് വാങ്ങും. ഗർഭിണിനോട് വേദന എടുക്കുന്ന സമയത്താ പറഞ്ഞ് താഴെ പോയിട്ട് വെള്ളം എടുത്തിട്ട് വന്നു. എന്നാ വെള്ളം എടുത്ത് വന്നാൽ മര്യാദ കേൾക്കാൻ പറ്റണ്ടോ? ഇല്ല. ഹുസിയിലേക്ക് വിജിതീൻ നഖല, അയിത്തപ്പന വരെ പിടിച്ചിങ്ങോട്ട് വലിച്ചോട് എന്നാ പറഞ്ഞു. നല്ല നല്ല ഈത്തപ്പഴം കിട്ടും, അത് ശാപ്പടും ചെയ്താണ്. സുബ്ഹാനല്ലാഹ്. ഗർഭിണിക്ക് സുഖമായിട്ട് പ്രസവിക്കാൻ ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലത് ഈത്തപ്പഴാണ് എന്നത് ഇന്ന് അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നു. ഗർഭിണിക്ക് പ്രസവം സുഖമാവാൻ ഏറ്റവും നല്ലത് വലിക്കലാണ് എന്ന് ഇന്ന് ഡോക്ടർമാർ പറയുന്നു. ഗർഭിണി സുഖത്തോടെ പ്രസവിക്കാൻ ഏറ്റവും നല്ല എക്സർസൈസ് ആണ് കുറച്ച് താഴ്ഭാഗത്തേക്ക് നടക്കലും കയറി വരവും എന്ന് ഇന്ന് ഹോസ്പിറ്റലിൽ പറയുന്നു. അത് നടപ്പിലാക്കുന്നു. ഇത് 2000 കൊല്ലം, ഇത് 2000 കൊല്ലം മുമ്പ്, 2200 കൊല്ലം മുമ്പ് ഖുർആനിൽ പറയുന്നു. അത്ഭുതല്ലേ? فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا. അങ്ങനെയാണ് ഈസാ അലൈഹി ഇസ്ലാം ജന്മമെടുക്കുന്നത്. ബാപ്പല്ലാതെ ഈ കുട്ടി ജന്മമെടുത്തുന്നുള്ള നാട്ടുകാരെ കണ്ണ് തുറപ്പിക്കുന്നതല്ലേ? നാട്ടുകാരെ കാരണം ഇവര് തെറ്റ് ചെയ്യൂല. തെറ്റ് ചെയ്യണമെങ്കിൽ മേക്കൊക്കെ നോക്കണം, തെറ്റുകളൊന്നുമില്ല, സദ്യയൊക്കെയാണ്, സാലിഹത്താണ്. പക്ഷെ നാട്ടുകാര് പറയാൻ തുടങ്ങി, എൻ്റെ വാപ്പിമ്മയും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാൻ തുടങ്ങി. എത്ര സങ്കടം ഉണ്ടാവൂലേ? അള്ളാഹു താല ഇവരെ എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി തന്നെ ഒരു സൂറത്ത് കണ്ടോ, ക്ഷമിച്ച് സഹിച്ചതിനുള്ള സമ്മാനം സൂറത്ത് മറിയം. സൂറത്ത് മറിയം, ഒരു പെണ്ണൊരുത്തിന്റെ പേരിൽ സൂറത്ത് ഖദീജ എന്ന് പോലും ഇല്ല. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഖദീജ ഉമ്മല്ല, അതിന്റെ പേരിൽ സൂറത്തില്ല. ഐഷാവിന്റെ സൂറത്തില്ല. റസൂലുള്ളാഹിന്റെ ഉമ്മാന്റെ പേരിൽ സൂറത്തില്ല. സൂറത്ത് മറിയം. അത്ര സഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈസാ അലൈഹി ഇസ്ലാമിന് ജന്മം എടുക്കുന്നത്. പറഞ്ഞ മാതിരി നാട്ടുകാര് വെറുതെ വിട്ടില്ല. നാട്ടുകാരാണ്ട് കളിയാക്കാൻ തുടങ്ങി, ആക്ഷേപിക്കാൻ തുടങ്ങി, കളിയാക്കി ആക്ഷേപിക്കാൻ തുടങ്ങി. നൊമ്പരപ്പെട്ട് പ്രസവിച്ചു, അതിന്റെ പേരിന്റെ പ്രയാസം, ഒറ്റപ്പെട്ട പ്രയാസം. പ്രസവേദന വന്നപ്പോ അവര് മാറിയെന്നു, ഈത്തപ്പഴ മരത്തിന്റെ തണലില് പോയിരുന്നു. അവിടുന്ന് അള്ളാഹ് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു, മേലേക്ക് വരാൻ പറഞ്ഞു, മരം പിടിച്ച് കുളിക്കാൻ പറഞ്ഞു, ഈത്തപ്പഴം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈസാ അലൈഹി ഇസ്ലാം വന്നത്. അതുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജന്മം തന്നെ ആയത്തുൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ്. ഇതിൽ നിന്ന് നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ളത് ഇന്നത്തെ നമ്മുടെ ഒരു കൾച്ചർ മാറണം എന്നുള്ളതാണ്. നമ്മൾ ഗർഭിണി ആകുമ്പോഴേക്ക് ബേജാറായി വെപ്രാളപ്പെട്ട് വെത്തപ്പാടോടുകൂടി അവിടെ പോയി ഇവിടെ പോയി ഹോസ്പിറ്റലിൽ പോകണ്ടെന്നും
ഡോക്ടറെ കാണിക്കണ്ട എന്നൊന്നും ഇതിനർത്ഥമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അങ്ങനെയാണ്. അപ്പൊ അറിയാതെ സൊക്കട് വരും. മുമ്പ് അങ്ങനെയല്ലല്ലോ. മുമ്പ് മുരിങ്ങാക്കൊമ്പെടുക്കും, അതിന്റെ കായ് ഇല ഇതൊക്കെ കൂടി കൂട്ടിക്കലക്കിയിട്ട് ഒരു പുളി ഇട്ടിട്ട് ഒരു കറി വെക്കലാണ്. ശുദ്ധമായ പച്ചവെള്ളം കിട്ടും. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇന്ന് എണ്ണ വെളിച്ചെണ്ണ ആയിട്ട് പൊരിക്കല, അതന്നെ ഒറിജിനൽ വെളിച്ചെണ്ണ എണ്ണയല്ല. അതിമക്കൂടി പച്ചക്കറി എന്നുള്ള പേരിൽ അട്ടപ്പാടിയിൽ നിന്ന് കൊടുത്തയച്ച കുറെ സാധനങ്ങൾ അത് മരുന്നടിച്ച് കയറ്റിട്ട് വീർപ്പിക്കണാണ്. ഒക്കെ കഴിഞ്ഞിട്ടോ മനുഷ്യന്റെ തലന്റെ വലിപ്പമുള്ള മാങ്ങ അതും ഇതടിച്ച് കയറ്റുന്നതാണ് കുറെ. അപ്പൊ എങ്ങനെയാലും സോക്കേട് വരും, ഉറപ്പനല്ലേ. അപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഗർഭാപോക്ക് രോഗമായി എന്നുള്ള ബേജാറാണ്. അതിന് ഏത് കാര്യം അങ്ങനെ ചെയ്താലും അങ്ങനെ ആയിരിക്കും. ഒരാൾ വെള്ളം കുടിച്ച് അപ്പൊ എനിക്ക് ബേജാറായി, ഇനി മൂത്രമൊഴിക്കണല്ലോ. ഈ ബേജാറും എപ്പോഴാണെങ്കിലും മൂത്രമൊഴിച്ചു പോയില്ല, പിന്നെ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. പിന്നെ എല്ലാവർക്കും മൂത്രമൊഴിക്കാൻ ആശുപത്രി വേറേണ്ടി വരും. അങ്ങനെ ആക്കി തീർത്തു നമ്മള്. ഗർഭം രോഗമായി മാറി ഇന്നത്തെ കാലത്ത്. നേരെ മറിച്ച് അള്ളാഹു തആല ഇവിടെ പറയുന്നുണ്ടില്ലേ, ഗർഭിണി ഇളകണം. ഇത് ഗർഭത്തിൽ 1-ാം മാസം തന്നെ ഒരൊറ്റ ഇരിപ്പാണ്. ഇളകരുത്. യാത്രയില്ല, കല്യാണമില്ല, അടുക്കളയിൽ പോവില്ല, ഭക്ഷണം ഉണ്ടാക്കൂല. അങ്ങനെ അങ്ങോട്ട് കേടുവരുത്തി ഈ സാധനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയാണ് പറയുന്നത്, ഹുസ്സി ഇലൈകി ബിജിദിൻ നഖല തുസാഖിതു അലൈകി റതബൻ ജനിയ. ഈത്തപ്പഴത്തിന്റെ മരം പിടിച്ച് വലിച്ചോ മറിയമേ. ഹുസ്സിയിലേക്ക് ഇങ്ങോട്ട് പിടിച്ച് വലിക്കാനാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പെണ്ണുങ്ങൾ പെട്ടെന്ന് പ്രസവിക്കണില്ലെങ്കിൽ ഡോക്ടർമാര് ചെയ്യൽ സ്പ്രിങ് ഇട്ട് കൊടുത്തിട്ട് വലിക്കാൻ പറയലാണ്. എന്നിട്ട് വലിച്ചോട്ടെന്ന് പറയും. ഇങ്ങോട്ട് വലിക്കാൻ പറയും, അങ്ങോട്ട് തള്ളാനല്ല. ഖുർആൻ പറയുന്നത് അതാണ്. ഖുർആനിൽ പടച്ചവൻ പറയുകയാണ്, ഈത്തപ്പഴ മരത്തെ പിടിച്ച് വലിച്ചോ മറിയമേ എന്ന് അല്ലാഹ് പിടിച്ച് വലിച്ചോ മറിയമേ. ആ വീടത് ആപ്പിളല്ല, മുന്തിരിയല്ല, നല്ല ഈത്തപ്പഴമാണ്. ഇന്ന് ഡോക്ടർമാരിൽ പലരും പറയുന്നു ഗർഭിണിക്ക് കഴിക്കാൻ ഏറ്റവും നല്ല ഫ്രൂട്ട് അത് ഈത്തപ്പഴമാണ്. അപ്പൊ ലോക മനുഷ്യരുടെ ഹൃദയ കണ്ണ് തുറപ്പിച്ചുകൊണ്ടാണ് ഈ കുട്ടിയുടെ വരവ്. അതുകൊണ്ടാണ് അല്ലാഹു തആല സെപ്പറേറ്റ് തന്നെ പറഞ്ഞു. മൂസാ അലൈഹി ഇസ്ലാമിന് സെപ്പറേറ്റ് ആദ്യം പറഞ്ഞു, പിന്നെ ഒരു പിടി പ്രവാചകന്മാരെ ഇടക്ക് പറഞ്ഞു, പിന്നെ വഅതൈനാ ഈസ ഇബ്ന മർയമൽ ബയ്യിനാത്ത്. ആ ബയ്യിനാത്ത് എന്തൊക്കെയാണ് എന്ന് വഴിയെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين. يا الله പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കാനുള്ള ഇൽമുകളായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങളെ നീ അടുപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഖുദ്റത്തിലേക്ക് ഞങ്ങളെ നീ അടുപ്പിച്ചു നിർത്തണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിൽ ഞങ്ങളെ പൊതിയണേ അല്ലാഹ്. നിന്റെ മാരിഫത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. മഹബത്ത് കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഇഖ്ലാസിന്റെ ആളുകളാക്കണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹുവെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. തളരുന്ന രോഗങ്ങളിൽ നിന്ന്, മരുന്ന് പേറുന്ന അവസ്ഥയിൽ നിന്ന്, പെടുന്നനെ മരിക്കുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന്, പുറത്തിറങ്ങിയാലുള്ള അപകടങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മഴക്കെടുതിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. വിഷജന്തുക്കളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കടക്കണിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ കടലിലും കരയിലും അധ്വാനിക്കുന്ന ആളുകൾ സാസിലുണ്ട്. നിന്റെ വിഭവങ്ങൾ തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ പാവങ്ങളായി ദാരിദ്ര്യത്തിൽ പെട്ടുകൊണ്ട് യാചിക്കേണ്ട ദുർഗതി നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഹലാലായ ആവശ്യങ്ങൾക്കുള്ള നിന്റെ ഔദാര്യങ്ങൾ തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട പ്രവാസികളുടെ എല്ലാ ഇടങ്ങേറ് മുസീബത്ത് ബലാഹ് പ്രയാസങ്ങളും ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്. കച്ചവടക്കാർക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد. تجاوز عن أمة سيدنا محمد. جعلنا من خيار أمته ومن محبيه يا رب العالمين. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا
ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم